ഹലോ ഗായ്സ്, അപ്പോൾ നമ്മൾ ഇന്ന് ട്രിവാൻഡ്രം പോവാണ്. അപ്പോൾ വേറൊന്നിനും വേണ്ടിയിട്ടല്ല, കസിൻ്റെ കല്യാണം. അപ്പോൾ അതിൻ്റെ ഹൽദിക്ക് വേണ്ടിയിട്ടാട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ കസിൻസ് മാത്രമാട്ടോ പോകുന്നത്. അപ്പോൾ ഞങ്ങൾ പുറത്തുനിന്ന് തന്നെ ലേസൊക്കെ തിന്നാൻ സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഫൈനലി ട്രെയിൻ വന്നു. അപ്പോൾ അച്ഛനമ്മനോട് ടാറ്റ ബൈ ബൈ ഒക്കെ പറഞ്ഞ് നമ്മൾ പോവാണ്. അപ്പോൾ കുറച്ച് കഴിഞ്ഞപ്പോൾ ഞങ്ങൾ ഡിന്നർ കഴിച്ചു. ഞാനും ചേച്ചി ഓൾറെഡി വീട്ടിൽ നിന്ന് കഴിച്ചിട്ടാട്ടോ. അങ്ങനെ ഫൈനലി ഞങ്ങൾ ട്രിവാൻഡ്രം എത്തി. അവിടെ നമ്മൾ നേരെ നമ്മളിപ്പോൾ താമസിക്കാൻ വന്ന റൂമിലേക്കായിരുന്നു പോയത്. അങ്ങനെ നമ്മുടെ ഇതായിരുന്നു കേട്ടോ നമ്മളുടെ റൂം. അങ്ങനെ റൂമിൽ പോയി ഒന്ന് ഫ്രഷ് ആയിട്ട് ഞങ്ങൾ നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാനായിരുന്നു പോയത്. അപ്പം ഞാൻ ഗീ റോസ്റ്റ്, പിന്നെ ഞാൻ ചായ കുടിക്കാത്തതുകൊണ്ട് വാട്ടർമെലൺ ജ്യൂസും ഇതൊക്കെയായിരുന്നു ഞാൻ ബ്രേക്ക്ഫാസ്റ്റ് ആയിട്ട് കഴിച്ചത്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞ് നമ്മൾ നേരെ റൂമിൽ പോയി അവിടെ പോയിട്ട് നമ്മൾ കുറച്ച് നേരം ഡാൻസ് പ്രാക്ടീസ് ചെയ്തു. അതിന് ശേഷം മൈലാഞ്ചൊക്കെ വെച്ചു. പിന്നെ ഉച്ചയായപ്പോഴേക്കും ഞങ്ങൾ ലഞ്ച് കഴിക്കാൻ വേണ്ടി വന്നതാണ്. അപ്പോൾ കല്യാണവും ഹൽദിയൊക്കെ നടക്കുന്നത് ശ്രീമൂലം ക്ലബിലാണ്. അപ്പം നമ്മൾ നേരെ ഇനിയിപ്പോൾ അങ്ങോട്ടേക്കാണ് പോകുന്നത്. അങ്ങനെ ഞങ്ങൾ നേരെ അവിടെ എത്തി. കുറച്ച് കഴിഞ്ഞപ്പോൾ നമ്മൾ ഹൽദിക്ക് വേണ്ടി റെഡി ആവാൻ സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ എല്ലാവരും മഞ്ഞ കളർ ഡ്രസ്സൊക്കെ ഇട്ടിട്ട് അടിപൊളിയായിരുന്നു. അപ്പോൾ ഇതായിരുന്നു കേട്ടോ ഇന്നത്തെ എൻ്റെ ലുക്ക്. അപ്പോൾ ഞങ്ങൾ അവിടെ എത്തിയപ്പോഴേക്കും നല്ല അടിപൊളി ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കുകയായിരുന്നു. അങ്ങനെ കുറച്ച് നേരം അതൊക്കെ നോക്കി ഞങ്ങൾ നേരെ ഹാളിൻ്റെ ഉള്ളിലേക്ക് വന്നു. നല്ല അടിപൊളിയായിട്ട് ഡെക്കറേറ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടായിരുന്നു. പിന്നെ അതിൻ്റെ സൈഡിലായിട്ട് വെൽക്കം ഡ്രിങ്കും അതേപോലെ തന്നെ സ്റ്റാർട്ടേഴ്സൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ അവിടെ പോയിട്ട് ജ്യൂസൊക്കെ കുടിച്ചു. പിന്നെ നമ്മുടെ ഡാൻസ് ആയിരുന്നു. അപ്പം ഈ ഡാൻസിന്റെ ഫുൾ വീഡിയോ കിട്ടണം അത്ര. അപ്പം അത് കിട്ടിയിട്ട് ഞാൻ യൂട്യൂബിൽ അപ്ലോഡ് ചെയ്യുന്നതായിരിക്കും. പിന്നെ അവിടെ കുറച്ച് ഗെയിംസും വേറെ ഡാൻസ് ഒക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞങ്ങൾ നേരെ പോയി ഡിന്നർ കഴിച്ചു. അപ്പൊ സെപ്റ്റംബർ 2-നാണ് കല്യാണം. അപ്പം അച്ഛനും അമ്മയും ബാക്കി റിലേറ്റീവ്സും ഒക്കെ നാളെയാണ് എത്തുക. അപ്പൊ കല്യാണത്തിന്റെ ബാക്കി വിശേഷങ്ങളായിട്ട് വീണ്ടും വരാം. അപ്പൊ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണേ, ഷെയർ ചെയ്യണേ, സബ്സ്ക്രൈബ് ചെയ്യണേ. ടാറ്റാ.